Hello everyone, welcome to my YouTube channel. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനു മുമ്പും ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അത് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്രീവിയസ് വീഡിയോ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ, അതിന്റെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നമുക്ക് എങ്ങനെ നടത്താം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്തിരുന്നാലും നമുക്ക് കിട്ടുന്നത് അത് ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ ആ കിട്ടുന്ന സൊല്യൂഷൻ അതിന്റെ ഒപ്റ്റിമാലിറ്റി അത് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനെ നമുക്ക് കുറച്ച് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മോഡി മെത്തേഡ്, അതായത് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമാലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, when the initial basic feasible solution is obtained, some cells are occupied and others are unoccupied. Number of occupied cells is m plus n minus 1. Let Cij be the cost of the cell. Then we determine m plus n numbers called ui and vj values. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സൊല്യൂഷന് കിട്ടുമ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം ആ ഒരു മെട്രിക്സിന്റെ ചില സെൽസ് ഓക്യുപ്പൈഡ് ആയിരിക്കും, ചില സെൽസ് അൺഓക്യുപ്പൈഡ് ആയിരിക്കും. കാരണം എല്ലാ സെൽസിനും നമുക്ക് അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല, അങ്ങനെയല്ല നമുക്ക് സൊല്യൂഷൻ ലഭിക്കുന്നത്. അപ്പൊ ഏതൊക്കെ സെൽസിനാണ്, എത്ര സെൽസിനാണ് നമുക്ക് ലൊക്കേഷൻ ലഭിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് എം പ്ലസ് എൻ മൈനസ് 1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് എം പ്ലസ് എൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് റെസ്പെക്റ്റീവ്ലി ആണ്. അത് മൈനസ് 1 ചെയ്യുമ്പോഴത്തേക്ക് അതിൽ എത്ര നമ്പറാണോ നമുക്ക് കിട്ടുന്നത് അത്രയും നമ്പർ ഓഫ് സെൽസ് ആയിരിക്കും നമ്മൾ അലൊക്കേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓക്യുപ്പൈഡ് ആയിട്ട് ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ Cij എന്നുള്ള വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് കറസ്പോണ്ടിങ് സെല്ലിന്റെ കോസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇത് ഇത്രയും നമ്മൾ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എം പ്ലസ് എൻ അതായത് യു ഐ ആൻഡ് വി ജെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഒരു പാക്കേജ് എക്സാമ്പിളോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, then we calculate cell evaluation known as Dij value for unoccupied cells by the formula Dij equal to Cij minus ui plus v. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി Dij വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഈ ഒപ്റ്റിമൈസ് ടെസ്റ്റിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ആക്ച്വലി 3 മെട്രിക്സസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് Cij ആണ്. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യു ഐ പ്ലസ് വി ജെ മെട്രിക്സ് ആണ്. ഇത് രണ്ടും കിട്ടിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന മെട്രിക്സ് ആണ് Dij മെട്രിക്സ് എന്ന് പറയുന്നത്. ആ Dij മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നതിന്റെ ഫോർമുലയാണ് Cij മൈനസ് യു ഐ പ്ലസ് വി ജെ എന്ന് പറയുന്നത്. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ Dij മെട്രിക്സ് തയ്യാറാക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, if all Dij values are positive, the solution is optimal and unique. If at least one of them is 0 and others is positive, then the solution is optimal. Alternative solution exists. If at least one Dij value is negative, the solution is not optimal. നമ്മൾ Dij വാല്യൂസ് അല്ലെങ്കിൽ Dij മെട്രിക്സ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ വാല്യൂസ്, എല്ലാ സെല്ലിലുള്ള വാല്യൂസും പോസിറ്റീവ് ആണോ എന്നുള്ളത്. പോസിറ്റീവ് ആണ്, പോസിറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണെന്നും അത് യുണീക്ക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ല, അതിന് നമ്മൾ Dij വാല്യൂസിലെ ഏതെങ്കിലും ഒരു വാല്യൂ 0യും ബാക്കിയുള്ള വാല്യൂസ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ ഒപ്റ്റിമൽ തന്നെയാണ്, പക്ഷെ ആൾട്ടർനേറ്റീവ് ഒരു സൊല്യൂഷനും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇനി Dij വാല്യൂസിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒപ്റ്റിമൽ അല്ല എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അതായത് if the solution is not optimal, make reallocate. Give maximum allocation to the cell for which Dij is negative, making one of the occupied cells empty. Then we repeat the step 1 to 4 until solution becomes optimal.
അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യുന്നത് റീ അലോക്കേഷൻ. നമ്മൾ ഡി ഐ ജെ വാല്യൂ നെഗറ്റീവ് വന്നിരിക്കുന്ന സെൽ ഏതാണ് ആ സെല്ലിൽ നമ്മൾ മാക്സിമം അലോക്കേഷൻ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു സെല്ല് നമ്മൾ അൺഒക്യുപ്പൈഡ് ആക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറഞ്ഞു ഒക്യുപ്പൈഡ് അലോക്കേഷൻ പോകുന്ന നമ്പർ ഓഫ് സെൽസിന്റെ എന്ന് പറയുന്നത് m+n-1 ആ ഒരു ഇക്വേഷൻ ബേസിസിലാണ്. അപ്പോൾ അത്രയും ഒക്യുപ്പൈഡ് സെൽസ് നമുക്ക് അവിടെ ഉണ്ടാവാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിരുന്ന ഒരു സെല്ലിനെ നമ്മൾ എം ടി ആക്കുകയും നമ്മൾ ഡി ഐ ജെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് വന്ന ആ സെല്ലിന് മാക്സിമം അലോക്കേഷൻ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ റീ അലോക്കേഷൻ നമ്മൾ നടത്തുന്നത്. ഈ റീ അലോക്കേഷൻ നടത്തിയതിനു ശേഷം നമുക്ക് അടുത്ത ഒരു റിവൈസ്ഡ് അലോക്കേഷൻ ആയ റിവൈസ്ഡ് സൊല്യൂഷൻ നമുക്ക് ലഭിക്കുന്നു. ആ മെട്രിക്സിന് വീണ്ടും നമ്മൾ ആദ്യം നമ്മൾ സ്റ്റെപ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും ഡി ഐ ജെ മെട്രിക്സ് വീണ്ടും നമ്മൾ കണ്ടുപിടിക്കുകയും അതിൽ നമുക്കൊരു വാല്യൂ പോലും നെഗറ്റീവ് വന്നില്ല, എല്ലാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇതാണ് തിയററ്റിക്കലി നമ്മൾ പറഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ മോദി മെത്തേഡിന്റെ സ്റ്റെപ്സ് എന്ന് പറയും. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മെട്രിക്സ് ഇതാണ്. ഇത് നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ എടുക്കുന്ന ഒരു വെർബൽ അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കിട്ടി. ഞാൻ ഓൾറെഡി വെർബൽ അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത് എന്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് ആ സ്റ്റെപ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വെർബൽ അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്റ്റൻസ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ് ഇത്. നമ്മൾ ഒക്യുപ്പൈഡ് അൺഒക്യുപ്പൈഡ് സെൽസ് കൊണ്ട് നമ്മൾ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സൊല്യൂഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സെൽസ് ആണ് നമ്മൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത്. ഇതിൽ ഞാൻ O1 D1 എന്നാണ് നമ്മൾ റോസൻ കോളത്തിന് നെയിമിംഗ് പോയിരിക്കുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് 1 1 2 3 3 2 ഇങ്ങനെ മാത്രമാണ് നമ്മൾ ഒക്യുപ്പൈഡ് സെൽസിനെ നെയിമിംഗ് ചെയ്ത് പോയിരിക്കുന്നത്. ഏതൊക്കെ സെൽസ് ആണ് ഒക്യുപ്പൈഡ് എന്നുള്ളതും അതിന്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒക്യുപ്പൈഡ് സെൽസ് ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബേസിസ് അല്ല ഞാൻ ഈ താഴെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്തു. V1 + V1 ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സെൽ ആണ്. ഫസ്റ്റ് സെല്ലാണ് നമുക്ക് ഒക്യുപ്പൈഡ് ആണ്, അലോക്കേഷൻ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോസ്റ്റ് 2 ആണ്. ഓക്കെ, അത് തന്നെയാണ്. അതായത് U1 + V1 = 2. അടുത്ത U2 + V3 = 1. U3 + V2 = 4. ഇങ്ങനെ ഞാൻ ബാക്കി നമ്മൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള സെൽസിന്റെ ഇക്വേഷൻസ് ഞാൻ എഴുതി. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻസ് എഴുതിയതിനു ശേഷം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ 0 ആയിട്ട് നമ്മൾ എടുക്കണം, അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് U4. സോ ഐ ആം ടേക്കിംഗ് U4 ആസ് 0. കാരണം നമ്മൾ U4 ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് 3 വാല്യൂസ് നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് നമ്മൾ U4 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ വന്നത് U4 + V1. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പം ഞാൻ U4 0 ആയിട്ട് എടുത്തു. സോ ഫസ്റ്റ് ഇക്വേഷൻ U4 + V1 = 1. സോ ഇത് 0 ആയതുകൊണ്ട് തന്നെ നമ്മുടെ V1 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുമായിരുന്നു? 1. അപ്പൊ നമ്മുടെ V1ന്റെ വാല്യൂ നമുക്ക് 1 ആയിട്ട് ലഭിച്ചു. ഇതേപോലെ നമ്മുടെ ബാക്കി ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ U4 നമ്മൾ വാല്യൂ എടുത്തായിരുന്നു. നമ്മൾ U1 എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻസ് ഓരോന്നായി സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് U1 = 1, then U2 = -1, then U3 = -2, U4 നമ്മൾ ഓൾറെഡി എടുത്തു, അത് 0 ആണ്. Then V1 = 1, then V2 = 6, and V3 = ഓക്കെ. നമ്മുടെ ഈ പ്രീവിയസ് നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മുടെ UI and VJ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം UI and VJ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ 3 മെട്രിക്സ് നമ്മൾ ഇതിനെ തയ്യാറാക്കുന്നുണ്ട്. ആ മെട്രിക്സിന്റെ പ്രിപ്പറേഷനിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് CIJ മെട്രിക്സ് ആണ്. അത് ഓൾറെഡി ഞാൻ ഇവിടെ
ഇനിഷ്യൽ സൊല്യൂഷൻ അനുസരിച്ച് സെൽസ് ഒക്യുപ്പൈഡ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് സെൽ ഒക്യുപ്പൈഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ അലോക്കേഷൻ നടത്തിയിട്ടുള്ള സെൽസുകൾ നമ്മൾ ബ്ലാങ്ക് ആയിട്ടുണ്ട്. അപ്പൊ വെറും ബ്ലാങ്ക് ആയിട്ട് ഇടുന്നതിന് പകരം നമ്മൾ ക്രോസ് മാർക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് അലോക്കേഷൻ വന്നിട്ടുള്ള സെൽസുകളാണ് ഇത്. ബാക്കിയുള്ള സെൽസിന്റെ വാല്യൂസ് ആണ് ഞാനിവിടെ കൊടുത്തത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ CAG മെട്രിക്സ് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് UI പ്ലസ് VJ മെട്രിക്സ്. ഓക്കെ, ആ മെട്രിക്സിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ അലോക്കേഷൻ പോയിട്ടുണ്ട്. അതായത് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് CAG മെട്രിക്സിൽ എടുത്തിട്ടുള്ള സെൽസ് എല്ലാം ഇതിലും നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സെല്ല് ബ്ലാങ്ക് ആണ്, നെക്സ്റ്റ് ഇത്, നെക്സ്റ്റ് സെൽ ആൻഡ് ലാസ്റ്റ് റോ ഫുള്ളി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇത്രയും സെൽസിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ വിടുക. അതിനുശേഷം നമ്മൾ പ്രീവിയസ്ലി നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ UI VJ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ VJ വാല്യൂസ് നമ്മളുടെ താഴെയാണ് നമ്മൾ എഴുതുന്നത്. സോ VJ വാല്യൂസ് എന്ന് പറയുന്നത് 1, 6, 2. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂസ് ആണ്. അടുത്തത് UI വാല്യൂസ് ആണ്. UI വാല്യൂസ് എന്ന് പറയുന്നത് 1, -1, -2 ആൻഡ് U4 നമ്മൾ 0 ആയിട്ടാണ് എടുത്തത്. ഓക്കെ, ഇനി ഇതിന്റെ ബേസിസിലാണ് നമ്മൾ UI ആൻഡ് VJ മെട്രിക്സ് നമ്മൾ തയ്യാറാക്കുന്നത്. സോ ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആണ്. അടുത്ത നെക്സ്റ്റ് സെല്ലിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മളുടെ UI വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ VJ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. സോ UI പ്ലസ് VJ, സോ 1 പ്ലസ് 6, അത് വരുന്ന വാല്യൂ 7. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ UI എന്ന് പറയുന്നത് 1, VJ value is 2, so 1 plus 2 is equal to 3. Okay, then here it is -1 plus 1, so it's automatically 0. Here -1 plus 6, so the value is 5. Here -2 plus 1, so it's -1. ഇവിടെ നമുക്ക് blank തന്നെയാണ്. Here -2 plus 2, so it's 0. അപ്പോൾ നമ്മൾ UI പ്ലസ് VJ മെട്രിക്സ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് ആയതിനു ശേഷം നമ്മൾ ഇനി അടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട നമ്മുടെ ലാസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് DIJ മെട്രിക്സ് ആണ്. ഓക്കെ, DIJ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് CIJ മൈനസ് UI പ്ലസ് VJ, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ DIJ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ DIJ മെട്രിക്സിലും നമ്മൾ ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്ന സെൽസ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സോ നമുക്കത് ബ്ലാങ്ക് ആണ് നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, ലാസ്റ്റ് റോ ഫുൾ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് CIJ മൈനസ് UI പ്ലസ് VJ ആണ്. നമുക്കിവിടെ CIJ വാല്യൂ ഉണ്ട്, UI പ്ലസ് VJ വാല്യൂ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് സെല്ലിൽ വരുന്നത് നമ്മുടെ CIJ വാല്യൂ എന്നുള്ളത് 7 ആണ്. സോ 7 മൈനസ് 7. ഓക്കെ, അതായത് CIJ വാല്യൂ 7 ആണ്, UI പ്ലസ് VJ വാല്യൂ 7 ആണ്. സോ 7 മൈനസ് 7, സോ ഇറ്റ് 0. നെക്സ്റ്റ് വരുന്നത് 4 മൈനസ് 3. So 4 minus 3 is 1. Then here 3 minus 0. So that is 3. Then 3 minus 5. That is minus 2. Then here is 5 minus 1 ആണ്. So automatically 5 plus 1 ആവും. So it's 6. Then here it is 7 minus 0. That is 7. Okay, അപ്പോൾ നമ്മൾ DIJ മെട്രിക്സും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. DIJ മെട്രിക്സ് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വാല്യൂസ് നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മളുടെ മെട്രിക്സ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെക്കൻഡ് സെല്ലിൽ നമുക്ക് എന്താണ് ഒരു നെഗറ്റീവ് വാല്യൂ. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല എന്ന്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ -2 സ്ഥാനത്ത് വെറും 2 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൊല്യൂഷൻ ആക്ച്വലി ഒപ്റ്റിമൽ ആണ്. പക്ഷെ ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ അനുസരിച്ച് DIJ മെട്രിക്സിൽ ഒരു വാല്യൂ 0യും ബാക്കി എല്ലാം പോസിറ്റീവ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ്, പക്ഷെ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. പക്ഷെ എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ്, യൂണീക്ക് ആണ് എന്നുള്ളതാണ് മെയിൻ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല, നമ്മൾ വീണ്ടും റീഅലോക്കേഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ റീഅലോക്കേഷൻ നടത്തേണ്ടത് ഈ സെല്ലാണ്.
ഈ സെല്ല് ഒക്യുപ്പൈഡ് അല്ല, തൊട്ടടുത്ത സെല്ല് ഒക്യുപ്പൈഡ് ആണ്, താഴത്തെ സെല്ല് ഒക്യുപ്പൈഡ് ആണ്. അപ്പൊ നമ്മൾ ഈ സെല്ലിന് നമ്മൾ റീ അലോക്കേഷൻ നടത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു സെല്ല് എം ടി ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ നെഗറ്റീവ് വാല്യൂ വന്നിരിക്കുന്ന സെല്ല് അലൊക്കേഷൻ നടത്തുക. അപ്പൊ അത് നമ്മൾ റീ അലോക്കേഷൻ ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഇനിഷ്യൽ അലോക്കേഷൻ ഇങ്ങനെയായിരുന്നു, അതായത് ഈ സെല്ലിലാണ് നമുക്കിപ്പോൾ നെഗറ്റീവ് വാല്യൂ, അതായത് -2 വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെയാണ്. ഓക്കെ, പക്ഷേ ഈ സെല്ലിൽ അലോക്കേഷൻ വന്നിട്ടില്ല, നമ്മൾ അത് റിവൈസ്ഡ് ഒരു അലോക്കേഷൻ പോയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ അലോക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഡീപ്പായിട്ട് അതിൽ കടക്കാതെ ഫൈനൽ സൊല്യൂഷൻ മാത്രമേ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 8 ആയിരുന്നു, അത് ഞങ്ങൾക്ക് 6 ആയി, ഇവിടെ 2 ഞാൻ റീ അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റിവൈസ്ഡ് അലോക്കേഷൻ, ഇതാണ് എൻ്റെ റിവൈസ്ഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ റിവൈസ്ഡ് അലോക്കേഷൻ, നമ്മൾ ഈ കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒക്യുപ്പൈഡ് സെൽസ് എടുക്കുക, അതിന്റെ കോസ്റ്റ് വാല്യൂ എടുക്കുക, നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് തയ്യാറാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഒക്യുപ്പൈഡ് സെൽസിൻ്റെ വാല്യൂസും ഇതിലൊക്കെയാണ് റോസ് കോളംസ് വെച്ച് നമ്മൾ ഇക്വേഷൻസ് തയ്യാറാക്കുക. നേരത്തെ എടുത്തതുപോലെ തന്നെ ഞാൻ ഇതിൽ U4 നമ്മളൊരു വാല്യൂ നമ്മൾ 0 ആയിട്ട് അസൈൻ ചെയ്യുക. അപ്പോൾ ഞാൻ U4 തന്നെയാണ് ഇവിടെ 0 ആയിട്ട് അസൈൻ ചെയ്യുന്നത്. U4 നമ്മൾ 0 ആയിട്ട് അസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വാല്യൂസ്, അതായത് U1 is equal to 1, then U2 is equal to -1, U3 is equal to 0, U4 നമ്മൾ 0 ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത്. നെക്സ്റ്റ് V1 is equal to 1, then V2 is equal to 4, and V3 is equal to 2. ഇങ്ങനെ നമുക്ക് വാല്യൂസ് ലഭിക്കുന്നു. ഇങ്ങനെ നമുക്ക് വാല്യൂസ് ലഭിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മൾ മെട്രിക്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മൾ CAJ മെട്രിക്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള സെൽസ് ഞങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്, ബാക്കിയുള്ള സെൽസിന്റെ വാല്യൂസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കേണ്ടത് UI പ്ലസ് VJ മെട്രിക്സ് ആണ്. UI പ്ലസ് VJ മെട്രിക്സ് തയ്യാറാക്കുന്നതിന് നമ്മൾ VJ വാല്യൂസ് നമ്മൾ എഴുതുക. നമ്മൾ VJ വാല്യൂസ് ഇവിടെയാണ് വരുന്നത്. VJ വാല്യൂസ് എന്ന് പറയുന്നത് 1, 4, 2, then UI വാല്യൂസ് എന്ന് പറയുന്നത് it's 1, -1, 0, 0. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിസിൽ നമ്മൾ ഈ അലോക്കേഷൻ നടത്തിയിട്ടുള്ള സെൽസ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിടുക. സോ ഹിയർ ഇറ്റ് ഈസ് ബ്ലാങ്ക്, ഹിയർ ബ്ലാങ്ക്, ഹിയർ ബ്ലാങ്ക്, ബ്ലാങ്ക്. ഓക്കെ, നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ള സെൽസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ബാക്കി നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. So here it is UI plus VJ, 1 plus 4, and that is 5. Then here it is 1 plus 2, that is 3. Then here it is -1 plus 1, so that is 0. Here again 0 plus 1, that is 1. Here it is 0 plus 2, that is 2. And it is 0 plus 4, that is 4. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് തയ്യാറാക്കേണ്ടത് DIJ മെട്രിക്സ് ആണ്. DIJ മെട്രിക്സ് തയ്യാറാക്കാൻ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ബ്ലാങ്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ബ്ലാങ്ക് ആദ്യമേ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്തു പോകാൻ. സോ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ CIJ വാല്യൂ -UI plus VJ ആണ്. സോ 7 -5 ആണ് നമുക്ക് വരുന്നത്. സോ ഇറ്റ്സ് 2, and here it is 1, then here it is 3, then 4, then 5, and here it is 2. ഓക്കെ, അപ്പോൾ നമുക്ക് DIJ മെട്രിക്സും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും വാല്യൂസ് നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഇത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഒരു വാല്യൂസ് പോലും നെഗറ്റീവ് ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂസ് പോലും 0 ഇല്ല. സോ അതിനർത്ഥം എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ്, ഒരു വാല്യൂ പോലും 0 ഇല്ല. സോ ദിസ് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂണിക്. നമ്മൾ തിയറിറ്റിക്കലി നമ്മൾ പറഞ്ഞതാണ്.
അതായത് എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ then the solution is optimal and it is unique. So here the solution is optimal. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് നമുക്കിതിന്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കണ്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ കടക്കാം എന്നുള്ളത്. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ മെയിൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതായത് നമ്മൾ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് പോകുന്നത്. സോ ദാറ്റ് ഈസ് 5 into 2 plus first cell allocation and the cost value. Then next allocation and cost value plus 6 into 1 plus 7 into 4 plus 2 into 1 plus 12 into 2. Okay. So നമ്മുടെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 76 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമലുമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് മോഡ്യൂൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അത് ഒപ്റ്റിമൽ ആണോ അല്ലേ അല്ലെങ്കിൽ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.